ഫ്രണ്ട്സ്, വെൽക്കം ടു സേറാസ് കളക്ഷൻസ്. ഞാൻ ജെസ്സി. ഇന്ന് വന്നിരിക്കുന്നത് നമ്മളുടെ ചിക്കൻ കറി കുർത്തീസിൻ്റെ, അതായത് 2 പീസ് സെറ്റിൻ്റെ കളക്ഷൻസുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. അതിൽ 2 പീസ് സെറ്റിൽ തന്നെ നമ്മളുടെ പ്രിൻറ്റഡിൽ വരുന്ന കളക്ഷൻസാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പം അത് ഓരോന്നായിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. നമ്മുടെ കയ്യിലുള്ളത് 40, 42, 44 ഇത്ര സൈസസാണ് നമ്മളുടെ കയ്യിലുള്ളത് കേട്ടോ. 40, 42, 44 ഇതൊക്കെയാണ് നമ്മളുടെ കയ്യിൽ സൈസസ് ഉള്ളത്. ഞാൻ ഓരോന്നായിട്ട് കളക്ഷൻസ് കാണിച്ചു തരാം കേട്ടോ. നിങ്ങൾ നോക്കി പോലെ 44 കാണിക്കുന്നത് 42കാർക്ക് വാങ്ങിക്കുക. അതിലൊരു സൈസ് നമ്മൾക്ക് കൂട്ടി വാങ്ങിക്കണം കേട്ടോ, കുറച്ച് വാങ്ങിക്കരുത്. നിങ്ങളുടെ 42 ആണ് സൈസെങ്കിൽ നിങ്ങൾക്ക് 44 വാങ്ങിച്ചിട്ട് വേണമെങ്കിൽ ചെറുതായിട്ടൊന്ന് ഫിറ്റിങ് ചെയ്താൽ മതി. അതാണ് ഞാൻ പറഞ്ഞത്. ചെറിയ സൈസ് ഒരിക്കലും മേടിക്കരുത് കേട്ടോ. അങ്ങനെയാണ് ഞാൻ പറഞ്ഞതിൻ്റെ മീനിങ് എല്ലാവർക്കും മനസ്സിലായി കാണും. നമുക്ക് ഓരോന്നായിട്ട് കളക്ഷൻസിലേക്ക് പോവാം. ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. വളരെ പെട്ടെന്ന് ഇനി പുതിയ കളക്ഷൻസ് ഉണ്ട് നമ്മളുടെ. അതുകൂടാതെ ഇനി നമുക്കിപ്പം ഓണമൊക്കെ വളരെ അടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഓണം കളക്ഷൻസ് ഒക്കെ വരാനിരിക്കുന്നുണ്ട്. എല്ലാം ഞാൻ ഓരോന്നായിട്ട് നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് പോവാം കേട്ടോ. അപ്പോൾ നോക്കിക്കേ, ഇതാണ് കളർ ഷെയ്ഡ് കണ്ടോ. ഇതിനെല്ലാത്തിനും തമ്മിൽ ഈ പ്രാവശ്യം വന്നിരിക്കുന്നത് പ്രിന്റഡിൽ വന്നിരിക്കുന്നത് 42 ആണ് കേട്ടോ സൈസ്. എല്ലാത്തിനും ചെറിയ ചെറിയ കളർ ഡിഫറൻസസേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങളതൊന്ന് ക്ലോസറായിട്ട് നോക്കിയിട്ട് വേണം വാങ്ങിക്കാൻ. ഇങ്ങനെയാണ് മേളിലെ വർക്ക് വരുന്നത്. ഇതൊക്കെ നമ്മൾ എന്നും ഞാൻ മാറി മാറി കൊണ്ടുവരുന്ന സെറ്റുകളാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും പല പ്രാവശ്യം കണ്ടിട്ടുണ്ടാവും. ഇനി കാണാത്ത ആരെങ്കിലും ഒക്കെ പുതിയ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയാണ് പറയുന്നത്. നോക്കിക്കോളൂ, നീളം ഒരു 46 അബവ് എന്തായാലും കിട്ടും. 47 ഞാൻ ഉറപ്പിച്ച് പറയുന്നില്ല, ഞാൻ അളന്ന് നോക്കിയില്ല. 46 അബവ് നിങ്ങൾക്ക് കിട്ടും. താഴേക്ക് വരുമ്പം ഇങ്ങനെ പ്രിന്റഡ് സ്പ്രെഡഡ് ആയിട്ടാണ് വർക്ക് വരുന്നത്. ചിക്കൻ കറി വർക്ക് ഈ പ്രിന്റിന്റെ കൂടെ സ്പ്രെഡ് ചെയ്ത് വരും. ഏറ്റവും താഴെ നമുക്ക് ഒരു ബോർഡർ വർക്ക് കിട്ടും. ഇങ്ങനെയാണ് വരുന്നത്. മേളിൽ ഇതാണ് വർക്ക് വരുന്നത്. പിന്നെ ഇതിൻ്റെ സ്ലീവ് എൻഡിൽ നമുക്ക് ഒരു വർക്ക് കിട്ടും. ആ വർക്ക് ഇതാണ് സ്ലീവ് എൻഡിൽ, 2 സ്ലീവിൻ്റെ എൻഡിൽ കിട്ടുന്ന വർക്ക് അതാണ്. ഇനി നമ്മൾക്ക് ഇതിൻ്റെ ബാക്ക് സൈഡിൽ നമ്മൾക്ക് ഒരു സിംഗിൾ ചിക്കൻ കറി വർക്ക് ഇവിടെ കിട്ടും കണ്ടോ. ഇതാണ് കിട്ടുന്ന വർക്ക്. ഇനി ഇതിൻ്റെ പാൻറ് പോരെണ്ണം ഞാൻ നിങ്ങളെ ഫുള്ളായിട്ട് ഒരു ടോപ്പും ഒരു ബോട്ടവും കൂടെ നിവർത്തി കാണിച്ചു. പിന്നെ ഇതിൻ്റെ കളർ ചേഞ്ചസ് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അത് നിങ്ങൾക്ക് പിന്നെ എളുപ്പത്തിൽ മനസ്സിലാക്കാം. എല്ലാം കൂടെ ഞാൻ ഇതാണ് ഇതിൻ്റെ പാൻറ് വരുന്നത് കണ്ടോ. 42ൻ്റെ പാൻറ്റാണ് ഞാൻ ഈ കാണിക്കുന്നത്. മേൽഭാഗത്ത് ഇലാസ്റ്റിക് വരും കണ്ടോ. സെയിം പ്രിൻറ്റിൽ വന്നിട്ട് താഴേക്ക് വരുമ്പം ചിക്കൻ കറി വർക്ക് ഇതിൻ്റെ വരുന്നത് ഏറ്റവും താഴെയാണ് കണ്ടോ. ഇതാണ് വർക്ക് വരുന്നത്. ഇവിടെ ഇങ്ങനെ ഈ ഭാഗത്ത് വർക്ക് വരും. എന്നിട്ട് അത് ഏറ്റവും താഴെ ഒരു ബോർഡർ പോലെ ഇവിടെയും നമുക്കൊരു വർക്ക് കിട്ടും കണ്ടോ. ഈ ഫ്ലവറിൻ്റെ വർക്കുകൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് അത് ഒരു 2-3 നിരയിൽ വന്നിട്ട് ഏറ്റവും താഴെ വരുമ്പോൾ ഇങ്ങനെ ഒരു ബോർഡർ വർക്ക്. ഇത് ലെഗ്സിൻ്റെ 2 സൈഡിലും, 2 ലെഗ്സിൻ്റെയും ഒരു സൈഡിലല്ല കിട്ടുന്നത്, ഫ്രണ്ട് സൈഡിലല്ല, 2 സൈഡിലും ഫ്രണ്ടിലും ബാക്കിലും നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് വരുന്നത്. ഇതിൻ്റെ ടോപ്പിൻ്റെയും ബോട്ടത്തിൻ്റെയും കൂടെ ഒരു വ്യൂ ഇങ്ങനെയാണ് വരുന്നത്. ഈ സെറ്റിൻ്റെ റേറ്റ് വരുന്നത് 1100 ആണ്. ഇതിൻ്റെ സൈസ് നമ്മളുടെ കയ്യിലുള്ളത് 42 ആണ് കേട്ടോ. വേറൊരു കളർ ഇതാണ് കണ്ടോ. ഇതാണ് കളർ വരുന്നത് കേട്ടോ. ലൈറ്റ് ഒത്തിരി ഡാർക്ക് അല്ല കേട്ടോ, കുറച്ച് ഡാർക്കായിട്ടാണ് വീഡിയോയിൽ വരുന്നതെന്ന് സംശയമുണ്ട്. കുറച്ചും കൂടെ ലൈറ്റായിട്ടാണ്. ഇങ്ങനെയാണ് ഒരു പ്രിൻ്റ് പോകുന്നത്. അടുത്തേക്ക് വരുന്നതോറും കുറച്ച് ഡാർക്ക്നെസ് കൂടി വരുന്നുണ്ട് കേട്ടോ. ഇതാണ് ഇതിൻ്റെ വർക്ക് വരുന്നത്. ഇതുപോലെ തന്നെയാണ്. ഞാൻ കുർത്തി ഫുള്ളായിട്ട് നിവർത്തുന്നില്ല കേട്ടോ, നിങ്ങളെ ജസ്റ്റ് വർക്ക് മാത്രം കാണിച്ചു തരാം. ഇങ്ങനെയാണ് വർക്ക് വരുന്നത്. ഇനി ഈ കുർത്തിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇതിനകത്ത് ഈ വർക്ക് കഴിഞ്ഞിട്ട് താഴേക്ക് സ്പ്രെഡ് ചെയ്ത് വർക്കില്ല കണ്ടോ. ഇവിടെ എങ്ങും ഒരു വർക്കും പിന്നെ വരുന്നില്ല. ഇവിടം വരെയും നമുക്ക് ഈ നെക്ക് പോർഷനെ ഹൈലൈറ്റ് ചെയ്തിട്ട് നല്ലൊരു വലിയ വർക്ക് ഇത്രയും നമുക്ക് കിട്ടും. അതിങ്ങോട്ടും കൂടെ ഉണ്ട് കേട്ടോ. അതായത് നെക്ക് പോർഷനിൽ നല്ലൊരു വർക്ക് കിട്ടും, വലിയ വർക്ക് നോർമൽ പോലെ തന്നെ കിട്ടും. എന്നിട്ട് താഴേക്ക് പിന്നെ ഇതിൻ്റെ ഈ നെക്കിൻ്റെ പോർഷൻ ഇവിടെ അവസാനിക്കുമല്ലോ, അവിടെ വർക്ക് തീർന്നിട്ട് പിന്നെ താഴത്തേക്ക് ഞാൻ ആദ്യം കാണിച്ച കുർത്തിയിൽ വരുന്നത് പോലെ സ്പ്രെഡ് ചെയ്തിട്ട് വർക്കില്ല. പക്ഷെ അന്നേരം പിന്നെ നമുക്ക് ഇതിനകത്ത് എവിടെയാണ് വർക്ക് വരുന്നതെന്ന് ചോദിച്ചാൽ കണ്ടോ, ഏറ്റവും താഴെ നിങ്ങൾ നോക്കിക്കേ, ഏറ്റവും താഴെ പോർഷനിൽ 2 വർക്ക് ഈ 2 സൈഡിലും അത് വലുതായിട്ടാണ് കിട്ടുന്നത്. അങ്ങനെയാണ് ഈ കുർത്തിയിൽ വർക്ക് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പാറ്റേൺ കുറച്ച് വേറൊരു പാറ്റേൺ ആണെന്ന് മാത്രം. അതുപോലെ ഇതുപോലുള്ള കുർത്തികളിൽ ഇങ്ങനെ ഈ 2 വർക്ക് വരുന്ന കുർത്തികളിൽ നമുക്ക് ആംപിറ്റിലും കൂടെ വർക്ക് കിട്ടും കേട്ടോ. കണ്ടോ,
അതായത് താഴെ മാത്രമല്ലേ വർക്കുള്ളൂ, പിന്നെ ഇടയ്ക്കൊന്നും വർക്കില്ലല്ലോ. അങ്ങനെയുള്ളതിനകത്താണ് നമുക്ക് ഈ ആംബിറ്റിൽ വരുന്ന വർക്ക് കിട്ടുന്നത്. പിന്നെ സ്ലീവെൻറ്റിലെ വർക്ക് നമുക്ക് എല്ലാത്തിലും വരുന്നതാണ്. ബാക്ക് സൈഡിൽ എന്താ ഇതുപോലെ ഒരു വലിയ വർക്ക്, ബാക്ക് സൈഡിൽ ഇതാ ഇതുപോലെ ഒരു വലിയ വർക്കും കിട്ടും കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾക്ക് വർക്ക് വരുന്നത്. ഈ വരും സെയിം. പാൻറ്റിനൊന്നും വേറെ ഡിഫറൻസ് ഒന്നുമില്ല കേട്ടോ, എല്ലാം ഒരുപോലെയാണ് പാൻറ്റൊക്കെ വരുന്നത്. സെയിം പാറ്റേൺ വന്നിട്ട് ഇതാ താഴെ വരുമ്പോഴത്തേക്കും ഇതുപോലെ വർക്ക് കണ്ടോ. ഇവിടെ നിന്നേ വർക്ക് സ്റ്റാർട്ട് ചെയ്യും, മുകളിൽ നിന്ന് കണ്ടോ. ചിക്കൻ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് താഴേക്ക് പോയിട്ട് ഏറ്റവും താഴെ ഒരു ബോർഡർ വർക്കും കൂടെ കിട്ടും. പാൻറ്റിലെ വർക്കിന് വേറൊന്നും ഡിഫറൻസ് ഇല്ല. ഈ കുർത്തിയുടെ താഴെ ഭാഗത്ത് വരുന്ന വർക്കിനാണ് ഡിഫറൻസ് വരുന്നത്. ഇതിപ്പോൾ ഞാൻ കാണിച്ചത് 42 ആണ് സൈസ്. ഇതിൻ്റെ 42ഉം 44ഉം നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ. 2 ആണ് ആദ്യം കാണിച്ചത്, ഇത് 44. സൈസിൽ തന്നെ വേറൊരു കളർ ചേഞ്ചാണ് നിങ്ങൾ കാണുന്നത് കണ്ടോ. ഇതിൻ്റെ വർക്കിനും കുറച്ചൊരു ഡിഫറൻസ് ഉണ്ട് കണ്ടോ. മേളിലെ വർക്ക് നിങ്ങൾ നോക്കിയാൽ കുറച്ചൊരു ഡിഫറൻസ് ഉണ്ട് വർക്കിൽ. അതെങ്ങനെ വരും വർക്ക്. എന്നിട്ട് ഇതിൻ്റെയും നെക്ക് വർക്ക് കഴിഞ്ഞിട്ട് പിന്നെ താഴേക്കൊന്നും വരുന്നില്ല. ഏറ്റവും താഴെ നോക്കിക്കാൻ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ 2 വലിയ വർക്കാണ് വരുന്നത് കണ്ടോ. അതുകൂടാതെ ഇതിനും ബാക്ക് സൈഡിൽ നമുക്ക് വർക്ക് കിട്ടുന്നുണ്ട്. വലിയൊരു വർക്ക് ബാക്ക് സൈഡിൽ കിട്ടും, ആംപിറ്റിൽ വർക്ക് കിട്ടും, സ്ലീവ് എൻഡിലും വർക്ക് കിട്ടും കേട്ടോ. ഇതിൻ്റെ സ്ലീവ് എൻഡിലെ വർക്കും ഇങ്ങനെയാണ് വരുന്നത്. ഇത്രയുമാണ് ഈ കുർത്തിയിൽ വർക്ക് വരുന്നത്. ഇതിൻ്റെ ബോട്ടം വരും, ടോപ്പിന് ഇതിങ്ങനെ മടക്കി 2 മടക്കായിട്ട് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. ഇതിന് വീതിയുണ്ട് കേട്ടോ. പാൻറ്റിന് വീതിയില്ല എന്നൊന്നും വിചാരിക്കേണ്ട, വീതിയുണ്ട്. ഇങ്ങനെയാണ് വർക്ക് വരുന്നത് കണ്ടോ. താഴെയുള്ള പോർഷനിൽ ലെഗിൻ്റെ താഴേക്കാണ് ഇവിടെ ഈ ഭാഗത്തുനിന്ന് താഴത്തേക്ക് വർക്ക് കിട്ടും. ഒരു കളറും കൂടെ ഉണ്ട്, ഇതാണ് കളർ. ഈ പ്രാവശ്യത്തെ കളേഴ്സ് എല്ലാം നല്ല അടിപൊളി കളേഴ്സാണ് കേട്ടോ. നമ്മൾ ഇതുവരെ കൊണ്ടുവരാത്ത കളറുകളൊക്കെയാണ് വന്നിരിക്കുന്നത്. ഓരോ പ്രാവശ്യം മാറി മാറി നമുക്ക് കളേഴ്സ് കിട്ടും. അപ്പോൾ അത് അങ്ങനത്തെ വാങ്ങിക്കാനാണ് എനിക്ക് ഇഷ്ടം. കാരണം നമ്മൾ ഈ കണ്ടുമെടുത്തത് വീണ്ടും വീണ്ടും കാണിക്കണ്ടല്ലോ. അപ്പോൾ നിങ്ങളിപ്പോൾ ഒന്ന് വാങ്ങിച്ചവർക്ക് ഒന്നും കൂടെ വാങ്ങിക്കണമെങ്കിൽ അതിനകത്ത് ഒരു പുതുമ വേണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കണ്ടോ. നല്ല അടിപൊളി കളറാണ് കണ്ടോ. ഇത് കുറച്ച് ഡാർക്കായിട്ടാണ് കേട്ടോ. വീഡിയോയിൽ കുറച്ച് തെളിഞ്ഞ് നിൽക്കുന്ന പോലെയുണ്ട്. അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ഇത് പാകത്തിനേ ഉള്ളൂ. ഇവിടുത്തെ ഈ ഒരു വർക്കിൻ്റെ ഒരു ഇതില്ലേ, അത് ആ ബ്ലൂ ഒക്കെ കുറച്ച് തെളിഞ്ഞിട്ട്, ആ ബ്ലൂ ആയതുകൊണ്ടാണ് അത് കേട്ടോ. കുറച്ച് തെളിഞ്ഞാണ് വീഡിയോയിൽ വരുന്നത്. അതുപോലെയല്ല, ഇതൊരു നല്ല സ്റ്റാൻഡേർഡ് ലുക്കിൽ പാകത്തിന് കളറിൽ നിൽക്കുന്നതാണ് കണ്ടോ. ഇനി താഴെയുള്ള വർക്ക് വരുന്ന കുർത്തിയാണിത് കണ്ടോ. വർക്ക് മുഴുവൻ സ്പ്രെഡഡ് ആയിട്ട് വരും. ഏറ്റവും താഴെ സ്ലീവല്ല ഇതിൻ്റെ താഴെ. അപ്പോൾ ഈ സ്പ്രെഡ് ചെയ്ത് വർക്ക് വരുന്നതിനൊക്കെ ഇങ്ങനെ താഴെ നമുക്കൊരു ബോർഡർ ലൈൻ പോലെ ഒരു വർക്കും കിട്ടും കേട്ടോ. അപ്പോൾ അല്ലാത്തതിന് നമുക്കിവിടെ ഈ താഴെ ഭാഗം വരുമ്പോൾ വലിയ വർക്കല്ലേ വരുന്നത്. ഇതിനങ്ങനെയല്ല വരുന്നത്. ഇങ്ങനെ വരും കണ്ടോ. എല്ലാത്തിനും നമുക്കൊരു 47 ലെങ്തും കിട്ടും. അതുപോലെ തന്നെ പറയേണ്ടത്, നമ്മൾക്ക് ഇതിനെല്ലാത്തിനും പാൻറ്റിനാണെങ്കിലും ഒരു 39-40 വരെ ലെങ്തും കിട്ടും കേട്ടോ. ഇതിൻ്റെ റേറ്റ് 1100 ആണ്. വേറൊരു 44 ആണ് ഇനി കാണിക്കുന്നത് കേട്ടോ. അത് ഫസ്റ്റ് കളർ ഇതാണ്. കളർ നിങ്ങൾ നോക്കി മേടിച്ചാൽ മതി. ബാക്കി എല്ലാം ഒരുപോലെയാണ്. സ്പ്രെഡ് ചെയ്ത് വർക്ക് വരുന്ന ടൈപ്പാണ് കേട്ടോ. ഇതാണ് കളർ. മെല്ലെ വർക്ക് ഇത് വരും. താഴേക്ക് ഇത് വരും. ബാക്കി എല്ലാ വർക്കുകളും നോർമൽ പോലെ തന്നെ സ്ലീവിലും സ്ലീവിൻ്റെ എൻഡിലും ബാക്ക് സൈഡിലും വരുന്ന സിംഗിൾ വർക്കും എല്ലാത്തിനും നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. ഞാൻ എല്ലാം നിവർത്തേണ്ട കാര്യമില്ലാത്തതുകൊണ്ട് നിവർത്താത്തതാണ്. നിവർത്തിയാൽ ഇതിൻ്റെ ആ ഭംഗിയിലൊക്കെ മടക്കി വെച്ചിരിക്കുന്ന മടക്കുകളൊക്കെ പോകും. അതുകൊണ്ടാണ് ഞാനത് അങ്ങനെ നിവർത്താത്തത് കേട്ടോ. പിന്നെ നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോഴത്തേക്കും ആകെ ഒന്ന് ചുരുണ്ടുകൂടിയൊക്കെ ഇരിക്കുമ്പം പുതിയത് കിട്ടുമ്പോൾ അതിനൊരു പുതിയതിൻ്റെ ഫീലിംഗ് ഉണ്ടെങ്കിൽ നമുക്കതല്ലേ കുറച്ചും കൂടെ സന്തോഷം. എല്ലാം ഒരുപോലെയാണ്. അതുകൊണ്ട് നിവർത്തേണ്ട അധികം കാര്യമില്ല. ഇതിൻ്റെ പാൻറ്റ് ഇങ്ങനെ വരും വേണ്ട. 44 ആണ് സൈസ് കേട്ടോ. ഇതിൻ്റെ 42 ഇല്ല. ഇനി ഇത് 42കാർക്ക് വേണമെങ്കിൽ വാങ്ങിക്കാം. ചിലപ്പോൾ ഒന്ന് സൈഡ് ചെറുതായിട്ട് അടിച്ചു കൊടുക്കേണ്ടി വരും. ഇതൊക്കെ വാങ്ങിക്കുമ്പോൾ നിങ്ങൾ കളർ കണ്ടിട്ടും ആ പാറ്റേൺ കണ്ടിട്ടും ഇഷ്ടപ്പെട്ടത് വാങ്ങിക്കുക. അല്ലാതെ ഒരു 40, 42, 44 ഒരു സൈസ് കൂടുതലാണല്ലോ അങ്ങനെ വിചാരിക്കേണ്ട കാര്യമൊന്നുമില്ല. അത്രയ്ക്ക് ലൂസൊന്നും വരില്ല അതിനകത്ത്. സൈസൊക്കെ അങ്ങനെ കൂട്ടി വാങ്ങിക്കരുത്. ഇപ്പോൾ 40കാർ ഒരു 44ൻ്റെ ഒന്നും മേടിക്കരുത്. ഒരു സൈസ് കൂട്ടി വാങ്ങിക്കുന്നത് കൊണ്ട് ഇപ്പോൾ 44കാർ 46ൻ്റെ വാങ്ങിച്ചു എന്ന് വെച്ചാൽ ഒന്നും പറ്റില്ല കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞത്. അടുത്തത് 44 തന്നെയാണ് സൈസ്. ഇതാണ് കളർ വരുന്നത്. ഇങ്ങനെ
ഇവിടെ കാണുമ്പോഴാണ് നിങ്ങൾക്ക് പ്രിൻറ്റ് കുറച്ചും കൂടെ മനസ്സിലായി. ഇതിൽ സ്പ്രെഡ് ചെയ്തുള്ള വർക്കും കാണാമല്ലോ. താഴത്തെ ബോട്ടത്തിൽ വരുന്ന ബോട്ടം ഭാഗത്ത് വരുന്ന ആ ഒരു എന്താണ് പറയേണ്ടത് സൈഡ് വർക്കും അത് നിങ്ങൾക്ക് കാണാമല്ലോ. ഏറ്റവും സൈഡിൽ വരുന്ന ആ ഒരു അതൊരു ബോർഡർ വർക്കായിട്ട് അതിങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഈ സ്പ്രെഡ് ചെയ്ത് വരുന്ന കുർത്തികളിലെല്ലാം അത് കൊടുത്തിട്ടുണ്ട്. ബോട്ടം ഇതാ ഇങ്ങനെയാണ് വരുന്നത്. ബോട്ടത്തിൻ്റെ വർക്ക് ഇതാ താഴെ ഭാഗത്താണ് വരുന്നത്. ആ വർക്ക് ഇതാ ഇങ്ങനെ വരും. എല്ലാത്തിലും ഒരുപോലെ തന്നെയാണ്. നിങ്ങൾ കളറ് മാത്രം നോക്കിയിട്ട് കറക്റ്റായിട്ട് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് അയക്കണം. കാരണം ഇത് ഓൾമോസ്റ്റ് ഈ എന്താ പറയേണ്ടത് കളേഴ്സൊക്കെ ഒരുപോലെ വരുന്നത് കൊണ്ട് അല്ലെങ്കിൽ എനിക്ക് തന്നെ കൺഫ്യൂഷൻ ആവും കേട്ടോ. 1-2 സ്ക്രീൻഷോട്ട് അയച്ചാലും സെയിം ആണെന്ന് മാത്രം എഴുതിയാൽ മതി. അപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ എളുപ്പമുണ്ട്. ഇതാണ് 44 ആണ് സൈസ്. 44-ലുള്ളത് ഇതാണ്. ഇതും സെയിം പാറ്റേണിൽ തന്നെ വരുന്ന സ്പ്രെഡായിട്ട് വർക്ക് വരുന്ന കുർത്തിയാണ്. ഇതിൻ്റെ വർക്കിൻ്റെ പാറ്റേൺ വ്യത്യാസമുണ്ട് കണ്ടോ. മോളിൽ ഇതാ ഇങ്ങനെ വർക്ക് വരും, പിന്നെ താഴേക്ക് വരും തോറും കണ്ടോ സ്പ്രെഡായിട്ട് വർക്കില്ല കണ്ടോ. എന്നിട്ട് ഏറ്റവും താഴെ പോർഷനിൽ കണ്ടോ 2 സൈഡിലും വലിയ വർക്ക് കണ്ടോ. ഈ സൈഡിൽ ഒരു വർക്ക് കിട്ടും. അതായത് ഇത് രണ്ടും നമുക്ക് തുമ്പത്ത് വരുമല്ലോ, 2 തുമ്പത്തും അങ്ങനെ വരുന്നിടത്ത് ഈ സൈഡിലും അതുപോലെ തന്നെ ഈ സൈഡിലും നമുക്ക് 2 സൈഡിലും ഓരോ വലിയ വർക്ക് കിട്ടും കണ്ടോ. ഇങ്ങനെ വരുന്നതാണ്. അപ്പോൾ ഇതിന് നമുക്ക് അതുകൊണ്ട് എന്താണ് പറയേണ്ടത് ആംപിറ്റിൽ വർക്ക് കിട്ടും. ഇങ്ങനെയുള്ള കുർത്തികൾക്ക് ആംപിറ്റിൻ്റെ ഇവിടെ ഇങ്ങനെ ഒരു വർക്ക് കിട്ടും. സ്ലീവിൻ്റെ വർക്ക് എല്ലാത്തിനും കിട്ടുന്നതാണ്. ബാക്ക് സൈഡിലും വർക്ക് കിട്ടും കേട്ടോ. പാൻറ്റ് വരുന്നത് ഇതുപോലെ തന്നെയാണ്, വ്യത്യാസങ്ങളൊന്നുമില്ല. പുറകിൽ വരുന്നത് നോക്കിക്കോ, ഒരു ബ്ലാക്കിൻ്റെയും എല്ലാത്തിൻ്റെയും കൂടെ ഒരു കോംബോയിൽ വരുന്നതാണ് കണ്ടോ. ബ്ലാക്ക് ഉണ്ട്, യെല്ലോ ഉണ്ട്, ബ്ലൂയിഷ് ഉണ്ട്, ഇതിനകത്ത് ഒരുവിധം കളറുകളൊക്കെ ഉണ്ട് കേട്ടോ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും അങ്ങ് തെറിച്ച് നിൽക്കുന്നില്ല, എല്ലാം അത് ഒതുങ്ങി ഒന്നിനോടൊന്നും എന്താണ് മാച്ചായി നിൽക്കുന്ന ഒരു കളറുകൾ എന്ന് പറഞ്ഞ പോലെയാണ് ഇത് വരുന്നത്. ഇതിൻ്റെ നെക്ക് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത്. താഴേക്ക് ഇങ്ങനെ വരും, താഴേക്ക് വർക്കില്ല കണ്ടോ. എന്നിട്ട് ഏറ്റവും താഴെ വരുമ്പം വലിയ വർക്ക് 2 ചിലത് ഫുള്ള് സ്പ്രെഡ് ചെയ്തിട്ടായിരിക്കും വർക്ക് വരുന്നത്, ചിലത് വലിയ വർക്ക് 2 സൈഡിലായിരിക്കും ഓരോന്ന് കിട്ടുന്നത്. അത്രയേ ഉള്ളൂ വ്യത്യാസം കേട്ടോ. 44 ആണ് ഇതിൻ്റെ സൈസ് വരുന്നത്. പാൻറ്റ് ഇങ്ങനെ വരും. എല്ലാത്തിൻ്റെ റേറ്റ് 1100 ആണ്. ഇന്നത്തെ 44 സൈസിൽ നമ്മളുടെ കയ്യിൽ ലാസ്റ്റ് വരുന്ന കുർത്തിയാണ് തൈ കാണുന്നത്. ഈ 44 ഞാൻ പറയുന്നതെല്ലാം 42കാർക്ക് വാങ്ങിക്കാം, 42 ഞാൻ പറഞ്ഞതെല്ലാം 40കാർക്കും വാങ്ങിക്കാം കേട്ടോ. ഇങ്ങനെയാണ് വരുന്നത്. നെക്ക് വർക്ക് കളർ ഈ കാണുന്ന കളറാണ്. താഴേക്ക് വരുമ്പോൾ സ്പ്രെഡ് ചെയ്ത് വർക്ക് വരുന്ന ടൈപ്പ് കുർത്തിയാണിത് കണ്ടോ. സ്പ്രെഡ് ചെയ്ത് വർക്ക് വരുന്ന ടൈപ്പ് കുർത്തിയാകുമ്പോൾ നമുക്ക് ഏറ്റവും താഴെ ഇതുപോലൊരു ബോർഡർ വർക്കാണ് കിട്ടുന്നത്. അല്ലാതെ ഈ തുമ്പത്ത് വരുന്ന 2 വലിയ വർക്ക് അതല്ല കിട്ടുന്നത്. ഇതിനകത്ത് ഫുള്ള് സ്പ്രെഡ് ചെയ്തിട്ട് ഇങ്ങനെ വർക്ക് കിട്ടുവാണ് കണ്ടോ. ഇതുപോലെ ഇതിൻ്റെ പാൻറ് ഇങ്ങനെ വരും കണ്ടോ. വർക്കൊക്കെ കാണാമല്ലോ. നമ്മളുടെ കയ്യിലുള്ളത് എല്ലാത്തിൻ്റെ റേറ്റ് ഞാൻ പറഞ്ഞല്ലോ 1100 ആണ്. പിന്നെ ഷിപ്പിംഗ് ചാർജ് ഉണ്ട് കേട്ടോ, 50 രൂപയുണ്ട്. പിന്നെ അത് കൂടാണ്ട് ഇനി ഞാൻ ഒന്നും കൂടെ കാണിക്കുന്നുണ്ട്. അത് നമ്മളുടെ വൈറ്റ് കുർത്തിയും പാൻറ്റും കൂടാണ് കാണിക്കുന്നത് കേട്ടോ. പാൻറ്റ് നമ്മൾ നേരത്തെ കൊണ്ടുവന്നിട്ടുണ്ട്, കുർത്തിയും നമ്മൾ നേരത്തെ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ ഈ പ്രാവശ്യം കൊണ്ടുവന്നിരിക്കുന്ന കുർത്തിക്ക് ഒരു ചെറിയ ചേഞ്ച് ഉണ്ട്. നേരത്തെ നമ്മൾ കൊണ്ടുവരാറുള്ളത് ഈ ചിക്കൻകാരി വർക്ക് നമ്മൾക്ക് ഹാൻഡ് വർക്കും ചെയ്യാം, മെഷീൻ വർക്കും ചെയ്യാം. ഹാൻഡ് വർക്ക് ചെയ്യുന്നതിന് നിങ്ങൾക്കറിയാം എപ്പോഴും അതിന് റേറ്റ് കൂടുതലായിരിക്കും. അതാണ് നമ്മൾ ഇന്ന് വരെ കൊണ്ടുവന്നിട്ടുള്ളൂ ഹാൻഡ് വർക്ക് ചെയ്തത്. ഇതിനകത്ത് ചിക്കൻകാരി മെഷീൻ വർക്കിൽ ചെയ്തിരിക്കുന്ന കുർത്തികളുടെ വൈറ്റിൻ്റെ കളക്ഷൻസ് ആണ് വന്നിരിക്കുന്നത്. 38 മുതൽ 46 വരെ എല്ലാ സൈസസും നമ്മുടെ കയ്യിലുണ്ട്. ഞാൻ ഓരോന്നായിട്ട് കാണിച്ചു തരാം. റേറ്റ് വരുന്നത് 530 രൂപയാണ് കേട്ടോ. എല്ലാം കൂടെ നിവർത്തുന്നില്ല, ഞാൻ ഒരു കുർത്തി ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് 42 സൈസാണ് ഞാൻ കാണിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ ഇതിൻ്റെ 38 മുതൽ 46 വരെയുള്ള സൈസുകൾ, അതായത് 38, 40, 42, 44 ആൻഡ് 46 എല്ലാ സൈസും നമ്മുടെ കയ്യിലുണ്ട്. ഇതിനകത്ത് വേറെ യാതൊരു ചേഞ്ചും ഇല്ല. ഇനിയിപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതിപ്പോൾ മെഷീൻ വർക്കാണെങ്കിൽ ഇതിൻ്റെ മെറ്റീരിയലിന് വല്ല വ്യത്യാസമുണ്ടോ, മോശമാണോ, അങ്ങനെ ഒന്നുമില്ല. മെറ്റീരിയൽ സെയിം മെൽക്കോട്ടൻ്റെ ഞാൻ ഇന്നും കൊണ്ടുവരുന്ന അതേ മെറ്റീരിയലാണ് കണ്ടോ. മെറ്റീരിയലിന് യാതൊരു ഡിഫറൻസും ഇല്ല. ആകെ വരുന്നത് വർക്കിൽ വരുന്ന ഡിഫറൻസാണ്. അത് നമ്മൾക്ക് വളരെ അങ്ങനെയൊന്നും അറിയാനൊന്നും പറ്റത്തില്ല. ഇങ്ങനെ വരും വർക്ക് കണ്ടോ. നെക്ക് വർക്കാണ് ഈ കാണുന്നത്, നോക്കിക്കോളൂ.
ഇങ്ങനെ വരും നെക്ക് വർക്ക്. എന്നിട്ട് താഴേക്ക് വരുമ്പം ഒരു കുർത്തി ഞാൻ നന്നായിട്ട് നിവർത്തി കാണിക്കാം. ഇതാ ഇങ്ങനെയാണ് നെക്കിൻ്റെ വർക്ക് വരുന്നത്. നല്ലൊരു വർക്കാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. നല്ല ഭംഗിയുള്ള ഒരു സ്റ്റാൻഡേർഡ് വർക്കാണ് കൊടുത്തിരിക്കുന്നത്. അല്ലാതെ വർക്കൊന്നും മോശമല്ല. പിന്നെ ഇത് ഞാൻ പറഞ്ഞില്ലേ, നമുക്കറിയാമല്ലോ ഇതിൻ്റെ ഹാൻഡ് വർക്കും മെഷീൻ വർക്കും തമ്മിൽ വ്യത്യാസമുണ്ട്. ഹാൻഡ് വർക്ക് ആണെങ്കിൽ ഞാൻ കാണിച്ചു തരാം അതിൻ്റെ വ്യത്യാസം എന്താണെന്ന്. ഹാൻഡ് വർക്ക് ആണെങ്കിൽ നമ്മൾക്കിത് ഇങ്ങനെ നോക്കുമ്പോൾ അറിയാം, ഓരോന്നും അവർ നൂല് വെച്ചിട്ട് നെയ്തതിൻ്റെ ഇതുണ്ടാവും. ഇത് അത്രയും ഉണ്ടാവില്ല, കണ്ടോ? കാരണം ഇത് മെഷീൻ വർക്കാണ്. ഇതാ ഇതിപ്പോൾ ഹാൻഡ് വർക്ക് തന്നിട്ട് നമ്മൾ മെഷീൻ വർക്ക് അങ്ങനെ നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇതിന് റേറ്റ് കുറവാണ്. അപ്പോൾ എന്നോട് പലരും എങ്ങനെ കുറച്ചുകൂടെ റേറ്റ് കുറഞ്ഞതൊന്ന് കൊണ്ടുവരാമോ, ഈ ഒരു 500 റേഞ്ചിലുള്ളതെന്ന് ചോദിക്കുക. അപ്പോൾ എനിക്ക് അത് അങ്ങനെ കിട്ടത്തില്ല. നമുക്ക് ഇത്രയും നല്ല മെറ്റീരിയലിൽ ഹാൻഡ് വർക്ക് ചെയ്ത് വരുമ്പോൾ നമുക്കതൊരു 600ൻ്റെ താഴെ അവർ തരത്തേയില്ല. അപ്പോൾ എനിക്കതിനകത്ത് എന്തേലും ഒരല്പം കൂട്ടിയിട്ടിട്ട് ഞാൻ തരുന്നത് എനിക്ക് തോന്നുന്നു ഞാൻ 670 690 അങ്ങനെ ഏതോ റേറ്റിലാണ്. അതിൽ കുറച്ച് കിട്ടുമായിരിക്കും ചിലപ്പോൾ, വേറെ മെറ്റീരിയലിൽ കിട്ടുമായിരിക്കും. ഇത്രയും നല്ല മെറ്റീരിയലും ഇത്രയും നല്ല ലെങ്ത്തും വെട്ടുമൊന്നും കിട്ടത്തില്ല. കണ്ടോ? ഇതാണ് കുർത്തി വരുന്നത്. മേൽഭാഗം ഇങ്ങനെയാണ് വരുന്നത്. താഴത്തേക്ക് വരുമ്പോൾ നോക്കിക്കേ, ഈ വർക്ക് നല്ല ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് പോകും. കണ്ടോ? വർക്കൊക്കെ ഇഷ്ടം പോലെയുണ്ട്. താഴെ വരെയും വർക്ക് കിട്ടുന്നുണ്ട്. കണ്ടോ? ഇങ്ങനെ വർക്ക് പോയിട്ട് താഴെ വരെ സ്പ്രെഡ് ചെയ്ത് വർക്ക് പോവും. ഏറ്റവും താഴെയും വർക്ക് ഉണ്ട്. കണ്ടോ? ഇത്രയും വരെ വർക്ക് കിട്ടും. ഫുള്ള് വർക്ക് നമുക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട് കേട്ടോ. വർക്കൊക്കെ ഫുള്ളുണ്ട്, അതിനൊന്നും ഒരു വ്യത്യാസവും ഇല്ല. പക്ഷേ ഹാൻഡ് വർക്കല്ല, മെഷീൻ വർക്കാണ് എന്നുള്ളതാണ് ഇതിനകത്ത് വരുന്ന വ്യത്യാസം. അപ്പോൾ നിങ്ങൾ വർക്ക് കണ്ടല്ലോ, അത് ഇങ്ങനെയാണ് കുർത്തി വരുന്നത്. ഇത്രയും വർക്കാണ് ഇതിനകത്ത് വരുന്നത്. ഇതിൻ്റെ എല്ലാ സൈസും നമ്മുടെ കയ്യിലുണ്ട്. 38 to 46 റേറ്റ് വരുന്നത് 530 ഇനിയിപ്പം കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റിൽ ഒരു ചിക്കൻ കാരി കുർത്തി കിട്ടണം എന്ന് എന്നോട് ചിലരൊക്കെ ചോദിക്കാറുണ്ട്. കാരണം അവർക്കൊരു 600 700 ഒന്നും പിന്നെ അതിൻ്റെ ഷിപ്പിംഗ് ചാർജ് ഒന്നും അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ല. ഒരു 500 റേഞ്ചിലുള്ളത് കാണിക്കാമോ എന്ന് എന്നോട് ചോദിച്ചിട്ടുണ്ട് പലരും. അവർക്ക് വേണ്ടി കൊണ്ടുവന്നതാണ് ഇത് കേട്ടോ. എന്ന് വെച്ചാൽ അവർക്ക് മാത്രമല്ല, ആര് ചോദിച്ചാലും ഞാൻ കൊടുക്കും, അങ്ങനെയില്ല കേട്ടോ. തൊണ്ട അടഞ്ഞിരിക്കുന്നതാണ്, ഒച്ച പോയിരിക്കും, ഒരാഴ്ചയായിട്ട് പനിയാണ്. അപ്പം ഞാൻ എങ്ങനെ വീഡിയോ അപ്ലോഡ് ചെയ്തു എന്നായിരിക്കും നിങ്ങൾ ചോദിക്കുന്നത്. ഇന്നലെ വീഡിയോ ഉണ്ടായിരുന്നല്ലോ എന്നായിരിക്കും. അത് നേരത്തെ നമ്മൾ അപ്ലോഡ് ചെയ്ത് വെച്ച വീഡിയോയാണ് കേട്ടോ. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഞാൻ വീഡിയോ എടുത്തിട്ടേ ഇല്ല. നല്ല വൈറൽ ഫീവർ പിടിച്ചിട്ട് കിടപ്പായിരുന്നു. ഇപ്പം ജസ്റ്റ് ഇന്നൊന്ന് എഴുന്നേറ്റും അത്യാവശ്യമായിട്ടൊന്ന് പുറത്ത് കൊണ്ടുപോകുന്നുണ്ട്. ഇല്ലേ, നമ്മളുടെ കയ്യിൽ എല്ലാ സൈസസും ഉണ്ട് കേട്ടോ. ഇനി ഇത് നമ്മൾ കൊണ്ടുവരാറില്ലേ, ചിക്കൻ കറി വർക്കിൻ്റെ പാൻറ്റ് കൊണ്ടുവരാറില്ലേ, അതേ പാൻറ്റാണ് ഇത്. 38 മുതൽ 44 വരെയുള്ളവർക്ക് പറ്റും. നല്ല ഒന്നാന്തര സോഫ്റ്റ് മൽക്കോട്ടണിൽ വരുന്ന മെറ്റീരിയലാണ്. ഇത് ഇങ്ങനെയാണ് വരുന്നത്. നീളം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയത്തില്ല. നല്ല നീളത്തിലൊക്കെ കിട്ടും കേട്ടോ. നല്ലതാണ്. ഇതിൻ്റെ വിട്ടൊക്കെ കണ്ടോ, നല്ല വിട്ടും ഒക്കെ കിട്ടും. അതുപോലെ കണ്ടോ, അറിയില്ലേ, ഇതുപോലെയാണ് വരുന്നത്. ഇതിൽ തുമ്പഴത്തെ വർക്ക് ഇതുപോലെ. ഇത് മെഷീൻ വർക്കല്ല കേട്ടോ, ഇത് നോർമലാണ്, സാധാരണ ഹാൻഡ് വർക്ക്. ഇതാ കുർത്തി കാണിച്ചു കഴിഞ്ഞാൽ ഇത് കാണിക്കുമ്പോൾ നിങ്ങൾ അങ്ങനെ വിചാരിക്കേണ്ട. ഈ തരം പാൻറ്റുകൾ നമ്മൾ ഒരുപാട് കൊണ്ടുവന്നിട്ടുണ്ട്, ഒത്തിരി നമ്മളുടെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്. പിന്നെ ഡിമാൻഡ് വന്നതുകൊണ്ട് അപ്പോൾ ഓരോ പ്രാവശ്യം കിട്ടുമ്പോൾ ഈ വർക്കിൽ ഒരല്പം വ്യത്യാസം വരും, അത്രയേ ഉള്ളൂ. ഇങ്ങനെ വരും തുമ്പിലെ വർക്ക്. ഇതാണ് ഇതിൻ്റെ വർക്ക് വരുന്നത്. വർക്ക് വരുന്ന പോർഷൻ ഇതാണ്. 2 സൈഡിലും കിട്ടും ലെഗ്സിൻ്റെ കേട്ടോ. അങ്ങനെയാണ് വർക്ക് വരുന്നത്. റേറ്റ് വരുന്നത് 450 രൂപയാണ്. ഇത് നിങ്ങൾക്ക് 38 മുതൽ 44, അതായത് 44 എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, എൻ്റെ സൈസ് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് കുർത്തി സൈസ് 44 കുറച്ച് ടൈറ്റാണ്. പക്ഷേ ഈ പാൻറ്റ് എനിക്ക് പാകാവും. അപ്പോൾ അതാണ് ഇതിൻ്റെ. പിന്നെ ഹിപ്പ് സൈസൊക്കെ ഒത്തിരി ചിലർക്ക് അങ്ങനെ ഉണ്ടാവുമല്ലോ, അങ്ങനെയുള്ളവർ ഇത് വാങ്ങിക്കരുത് കേട്ടോ. ഇത്രയും വരെ ഇത് കിട്ടും. അപ്പോൾ ഇത്രയാണ് നമ്മളുടെ കയ്യിൽ ഇന്നത്തെ മെറ്റീരിയൽസ് ഉള്ളത്. എല്ലാവർക്കും എല്ലാം ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു. ഇനിയും നമുക്ക് ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. ഓരോന്നായിട്ട് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും സ്റ്റേ ട്യൂൺഡ് ബൈ.